ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു താരങ്ങളുടെ വീടുകളിൽ ഇഡി റെയ്ഡ് പുരോഗമിക്കുകയാണ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലൊക്കെയാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. 17 ഇടങ്ങളിലാണ് ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നത്. ഈ ഒരു വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു നടന്മാരിലേക്ക് അവരുടെ വീടുകളിലേക്കൊക്കെ പരിശോധന എത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരൊക്കെ ഈ ഒരു കള്ളപ്പണ ഇടപാടിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനക്കടത്തിൽ കള്ളത്തരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യമല്ല നമ്മളും പറയാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് വാഹനം എത്തിച്ചു നൽകിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് അറിയാൻ സാധിക്കുക. അതിനപ്പുറം മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന മതിയായേ തീരുകയുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇഡി ഒരേ സമയം 17 ഇടങ്ങളിലാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് അതേപോലെ തന്നെ പ്രദീപ് ജോസഫും ചേർന്നുണ്ട്. നമുക്ക് ശ്യാമിലേക്ക് ആദ്യം പോകാം. ശ്യാം, ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്തായി ഏറ്റവും പുതിയ കാര്യങ്ങൾ? ഈ ഭൂട്ടാനിൽ നിന്നുള്ള കാർക്കടത്തിൽ രാജ്യത്ത് 17 ഇടങ്ങളിലാണ് ഇഡി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിൽ ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ 2 വീടും ചെന്നൈയിലെ വീടും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ വാഹന ഡീലർമാരുടെ വീടുകളിലും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ കേരളത്തിൽ ഈ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ ഇപ്പോൾ പരിശോധനയുണ്ട്. ഒരേ സമയമാണ് ഈ 17 ഇടങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധന നടത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ നംകൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇളംകുളത്ത് ദുൽഖർ മുൻപ് താമസിച്ചിരുന്ന വീട്, അതോടൊപ്പം തന്നെ പനമ്പള്ളി നിറയിൽ മുൻപ് താമസിച്ചിരുന്ന വീട്, ഇളംകുളത്തെ ഇപ്പോഴത്തെ വീട് എന്നിവിടങ്ങളിൽ ചെന്നൈയിലെ വീടിൽ ഉൾപ്പെടെ ഈ പരിശോധന നടക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 17 ഇടങ്ങളിലുമായിട്ട് ഈ പരിശോധനയ്ക്കായി എത്തിയത്. നിലവിൽ ഈ ദുൽഖർ സൽമാന്റെ ലാൻഡ് ക്രൂയിസർ, അതോടൊപ്പം തന്നെ ഡിഫൻഡർ വാഹനങ്ങൾ മായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ വിശദമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഈ പരിശോധിക്കുന്നത്. ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ നോക്കും. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ മറ്റും നടന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളടക്കം പരിശോധന നടത്തും. ഇതിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയാൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനയ്ക്ക് മുമ്പായി പറയുന്നത്, അതായത് ഈ ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള സൂചനയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ദുൽഖർ സൽമാൻ്റെ ഈ കൊച്ചിയിലെ 2 വീടുകളാണ്. ഈ പനമ്പള്ളി നഗറിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന വീടും അതോടൊപ്പം തന്നെ കടവന്ത്രയുടെ വീടുമാണ് പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുരോഗമിക്കുന്നത്.